നടക്കുകയാണ്. ഒരു പാവം മെസ്സയുടെ നേരെ ലോറി പാഞ്ഞു വരുന്നു. ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഇത് പോലീസിന്റെ പരിശീലനത്തിന്റെ പരിപാടിയാണെന്ന്. ആ ലോറി വന്ന മനുഷ്യനെ പാവം ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ശരീരത്തിലൂടെ ആ വാഹനം കയറുമ്പോഴും ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നവര് വിശ്വസിക്കുന്നു അയാൾ മരിക്കുകയല്ല, അയാൾ കൊല്ലപ്പെടുകയല്ല, ഇത് പോലീസിന്റെ അഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് കരുതി, മോക്ടില്ലെന്ന് പറയുന്ന സാങ്കല്പികമായ പരിശീലനമാണെന്ന് കരുതി എല്ലാവരും നോക്കി നിൽക്കുമ്പോ ഒരു വാഹനത്തിന്റെ മുമ്പിൽ കിടന്നൊരു പാവപ്പെട്ട സബ് ഇൻസ്പെക്ടർ തകർന്നരിഞ്ഞു മരിക്കുന്നത് കണ്ടു നിന്നിട് കൊല്ലം നഗരത്തിന്റെ ജനവാസികളെ നിങ്ങളാണ്. അയാൾ മരിക്കുകയാണെന്ന് ഒരു പച്ച മനുഷ്യന്റെ മുകളിലൂടെ ഒരു വാഹനം കത്തിക്കയറി കടന്ന് അയാൾ ചതഞ്ഞരഞ്ഞ് ഭിത്തിയുടെയും വാഹനത്തിന്റെയും ഇടയിൽ കിടന്ന് ചതഞ്ഞരയുമ്പോ അപ്പോഴും തൊട്ടെടുക്കുന്നവൻ അറിയുന്നില്ല അയാൾ നിലവിളിക്കുന്നത് വേദനയെടുത്തിട്ടാണെന്ന്. അയാളുടെ അരയുടെ കീഴ്പോട്ട് ചതഞ്ഞരഞ്ഞു പോയിട്ടാണ് ആ മനുഷ്യൻ നിലവിളിക്കുന്നതെന്ന് തൊട്ടടുത്ത് നിൽക്കുന്നവന് പോലും അറിയില്ല. ഇതാണ് മരണം, ഇതാണ് മരണം, ഇതാണ് മരണം. സഹോദരങ്ങളെ, മരണം എന്ന് പറയുന്നത് മരിക്കുന്നവന്റെ മുന്നിലും അവൻ മരിക്കുന്നു എന്നറിയാതെ മരവിച്ച് നിൽക്കുന്നവനായി മനുഷ്യൻ മാറിപ്പോകുമ്പോ മരണമേ നീ എന്നെ മാടി വിളിക്കുന്നു, ഒരു കാമുകിയായി ഞാൻ നിന്നീലലിയുന്നു. അല്ലാഹു പറയുന്നു, മനുഷ്യ നീ എത്ര വളർന്നാലും വിവര സാങ്കേതിക വിദ്യ നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിന്നാലും വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, എപ്പോഴാണ് നീ മരിക്കുന്നതെന്ന് പറയാൻ, നാളെ നിനക്ക് എന്താണ് പറയുന്നതെന്ന് കഴിയാൻ ഡാവിഞ്ചിയുടെ രഹസ്യ കോഡ് വായിക്കാൻ നിനക്ക് കഴിഞ്ഞേക്കാം. ജനിതക കോഡ് വായിക്കാൻ കഴിഞ്ഞപ്പോ ജനിതക കോഡ് ലോകശാസ്ത്രം മുഴുവനും ജനിതക കോഡിന്റെ രഹസ്യം വായിച്ചപ്പോ അന്നത്തെ അമേരിക്കയുടെ പ്രധാനമന്ത്രി പോൾ ക്ലിന്റൺ പറഞ്ഞത് എന്തെന്നറിയുമോ? ദൈവത്തിന്റെ രഹസ്യ ഭാഷ നമ്മളും വായിക്കാൻ തുടങ്ങി. ജനിതക കോഡിന്റെ രഹസ്യ ഭാഷ വായിച്ചപ്പോ അന്ന് ബിൽ ക്ലിന്റൺ പറഞ്ഞത് എന്തെന്നറിയുമോ? ദൈവത്തിന്റെ രഹസ്യ ഭാഷ മനുഷ്യൻ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കടാ, വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കടാ. നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം നിനക്ക് പ്രായമുള്ളപ്പോ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു. ആ മലക്കിനോട് പറഞ്ഞു, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഇവൻ എത്ര നാൾ വരെ ജീവിക്കുമെന്നൊന്ന് എഴുതി വെക്കുക, അവന്റെ തലച്ചോറിലൊന്ന് എഴുതി വെക്കുക, ഇവൻ എന്നാണ് മരിക്കുന്നതെന്ന് എഴുതി വെക്കുക. സഹോദരങ്ങളെ, ഇത് മാറ്റിയാൽ ഈ ചോറ് കാണാൻ പൊട്ടിച്ചെടുത്താല് വായിക്കാൻ കഴിയുമോ നിനക്ക്? വായിക്കാൻ കഴിയുമോ നിനക്ക്? തലച്ചോറ് വെട്ടിപ്പിളർന്നിട്ട് തലച്ചോറിന്റെ ഭാഗം മുറിച്ചു മാറ്റിയിട്ട് മറിച്ചൊരു തലച്ചോറ് ഫിറ്റ് ചെയ്യുന്ന മനുഷ്യ, ആ തലച്ചോറിന്റെ എവിടെയൊക്കെയോ എഴുതി വെച്ച അല്ലാഹുവിന്റെ ഭാഷ നിനക്കറിയുമോ? അല്ലാഹുവിന്റെ ഭാഷ നിനക്ക് വായിക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല മനുഷ്യ, നിനക്ക് കഴിയില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഒരു മനുഷ്യ ശരീരത്തിന് നാളെ എന്താണ് സംഭവിക്കുക അത് അല്ലാഹുക്കല്ലാതെ പറയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. 5 വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഒരു മനുഷ്യൻ എവിടെയാണ് മരിക്കുന്നതെന്ന് പറയാൻ നീ ജനിച്ചെടുത്താണോ നീ മരിക്കുക? മുഗൾവളയിൽ ജനിച്ചവനെ ഇവിടെയാണോ നീ മരിക്കുക? കൊല്ലം ജില്ലയിൽ ജനിച്ചവനെ ഈ കൊല്ലത്താണോ നീ മരിക്കുക? പറയാൻ അല്ലാഹുക്കല്ലാതെ കഴിയില്ല, പറയാൻ അല്ലാഹുക്കല്ലാതെ കഴിയില്ല. സഹോദരങ്ങളെ, അങ്ങനെ ജനിച്ചെടുത്ത് തന്നെ മരിക്കണമെങ്കിൽ ഒരു 2 മാസം മുമ്പ് ഞാൻ ഒരു ദശദിന പ്രഭാഷണത്തിന് വേണ്ടി പോയി ലക്ഷദ്വീപ്. കൊച്ചി തുറമുഖത്ത് നിന്ന് രാവിലെ 8:30 മണിക്ക് ഷിപ്പിൽ കയറിയിട്ട് വൈകുന്നേരം 4:30 മണിക്ക് അറബിക്കടലിന്റെ തിരമാലകളെ കീറി മുറിച്ച് 480 കിലോമീറ്റർ അപ്പുറം അന്ത്രോത്ത് ദ്വീപ് എന്ന് പറയുന്ന 8 കിലോമീറ്റർ നീളമുള്ള 1 കിലോമീറ്റർ വീതിയുള്ള അറബിക്കടലിന്റെ തിരമാലകളുടെ നടുവിൽ ഒരു കൊച്ചു പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ കിടന്നുറങ്ങുന്ന കൊച്ചു ദ്വീപ്. ആന്ത്രോത്ത് ദ്വീപിൽ ജനിച്ച ഇന്ത്യ രാജ്യത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ പോലെ ആയിരുന്ന PM സയ്യിദ് സാഹിബ്. അറിയുമോ നിങ്ങൾക്ക് PM സയ്യിദിനെ? അറിയുമോ നിങ്ങൾക്ക് PM സയ്യിദിനെ? ആ PM സയ്യിദിന്റെ നാട്ടിൽ പോയി 10 ദിവസം പ്രസംഗിച്ചു ഞാൻ. അദ്ദേഹത്തിന്റെ ഖബറിടത്തിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്തു ഞാൻ. സഹോദരങ്ങളെ, എങ്ങനെ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ കഴിയും?
അഫ്ഗാനിന്റെയും ലബനാനിന്റെയും ഇറാഖിന്റെയും ചെച്ചിനയുടെയും മണ്ണിൽ ആയിരക്കണക്കിന് നിരപരാധികളായ മുസ്ലിമീങ്ങളുടെ ശിരസറ്റ കബന്ധം കൊണ്ട് സിംഹാസനം തീർത്ത സാക്ഷാൽ ജോർജ് ബുഷിന്റെ വൈറ്റ് ഹൗസിന്റെ നടുവിൽ ഐക്യരാഷ്ട്ര സഭയുടെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനം നടക്കുമ്പോ വൈറ്റ് ഹൗസിന്റെ അകത്തളങ്ങളിൽ കമീസ് വിട്ട് തലപ്പാവും തട്ടി അറബി ഭരണാധികാരികൾ മുഴുവനും ജോർജ് ബുഷിന്റെ വൈറ്റ് ഹൗസിന്റെ നടുത്തളത്തില് വട്ടമേശ സമ്മേളനം നടത്തുമ്പോ ആ സമയത്ത് ലോഹറിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് എനിക്ക് 4 റക്അത്ത് നിസ്കരിക്കണം, എനിക്ക് നിസ്കരിക്കണമെന്ന് ജോർജ് ബുഷിനോട് പറഞ്ഞ് ആ ജോർജ് ബുഷിന്റെ വൈറ്റ് ഹൗസിന്റെ പ്രൈവറ്റ് റൂമിന് മുസല്ലയിട്ട് എവിടെയാണോ മുസ്ലിമീങ്ങളെ, പാവപ്പെട്ട നിരപരാധികളായ മുസ്ലിമീങ്ങളെ കത്തിക്കരിച്ച് ചാമ്പലാക്കാൻ രഹസ്യയോഗം തോടുന്ന വൈറ്റ് ഹൗസിന്റെ നടുവില് മുസല്ലയിട്ടിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ ചങ്കൂട്ടം കാട്ടിയ ചുരുക്കം ചില ലോക നേതാക്കളിൽ ഒരുവനെ PM സയ്യിദ് സാഹിബ്. ആ സയ്യിദ് സാഹിബ് ജനിച്ചത് കേരളത്തിൽ നിന്ന് 450 കിലോമീറ്റർ അകലെ ലക്ഷദ്വീപിലെ അംബ്രോത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ അദ്ദേഹം മരിച്ചതോ ദക്ഷിണ കൊറിയയിലെ സോളിലെ ഒരു ഹോസ്പിറ്റലിലാണ് ഈ PM സയ്യിദ് സാഹിബ് മരിച്ചിരുന്നതെങ്കിൽ സഹോദരങ്ങളെ, പിറന്നെടുത്ത് എങ്ങനെയാണ് മരിക്കാൻ കഴിയുക? എങ്ങനെയാണ് പിറന്നെടുത്ത് അടക്കാൻ കഴിയുക? അല്ല പറയുന്നു എവിടെയാണ് മരിച്ചു വീഴുന്നത്, എവിടെയാണ് കബറടക്കപ്പെടുന്നത്, ഇത് നിന്റെ പടച്ചറപ്പിനല്ലാതെ മറ്റൊരാൾക്കറിയാൻ കഴിയില്ലെന്ന് അല്ലാഹു